ഇന്ന് വെളുപ്പിന് ജപ്പാനിൽ വിനാശകരമായൊരു സുനാമി ഉണ്ടാകുമെന്ന റിയോ തൽസുഗയുടെ പ്രവചനം പാളി തകർന്ന തരിപ്പണമായി. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം കൊണ്ട് ജപ്പാനിലേക്കുള്ള നിരവധി ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിരുന്നു. ഈ തൽസുഗയുടെ നടക്കുമെന്ന് പറഞ്ഞ പ്രവചനം കാരണം ജപ്പാന് നല്ല നഷ്ടമുണ്ടായി. 3.9 ബില്യൺ ഡോളറിൻ്റെ നഷ്ടമുണ്ടായതായിട്ടാണ് ആദ്യ റിപ്പോർട്ടുകൾ വരുന്നത്. തൽസുഗയുടെ പ്രവചനത്തിൻ്റെ ഈ പ്രവചനം ഒന്നും നടക്കാൻ പോകുന്നതിന് ഇന്നലെ നമ്മൾ പറഞ്ഞ പല ആളുകളും ചിലപ്പോൾ നടന്നാലൊന്നും ചോദിക്കുന്നുണ്ടായിരുന്നു. ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് പറഞ്ഞപ്പോഴും ആളുകൾ സംശയിച്ചു. ഒന്നും നടന്നില്ല. ലോകം ആശ്വാസത്തിൽ. ഇന്ന് രാവിലെ 4:18 ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന റിയോ തത്സുഗിയുടെ പ്രവചനം പാളി. തത്സുഗിയുടെ പ്രവചനം മൂലം ജപ്പാനിലേക്കുള്ള വിമാന സർവീസുകൾ പലതും റദ്ദാക്കപ്പെടുകയും വിനോദസഞ്ചാരികളുടെ വരവ് കുറയുകയും ചെയ്തിരുന്നു. പ്രവചനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് റിയോ തത്സുഗി. 70-കാരിയായ റിയോ പുതിയ ബാബ വാങ്ക എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. താൻ കണ്ട സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി രചിച്ച ജാപ്പനീസ് മാങ്ക അഥവാ ഗ്രാഫിക് ഇല്ലുസ്ട്രേറ്റഡ് പുസ്തകങ്ങളിലൂടെയാണ് റിയോ പ്രശസ്തിയായത്. 1975 മാങ്ക കലാകാരിയായി അരങ്ങേറ്റം കുറിച്ച റിയോ തത്സുഗി 1980 മുതലാണ് പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. ഈ സ്വപ്നങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയ അവർ 1999 സ്വപ്നങ്ങളെ അടിസ്ഥാനമാക്കി ദി ഫ്യൂച്ചർ ഐ സോ എന്ന പേരിൽ ഒരു മാങ്ക പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആദ്യം ആരും പുസ്തകം ശ്രദ്ധിച്ചില്ലെങ്കിലും 2011 ജപ്പാനിലെ തോഹോക്കു ഭൂകമ്പവും സുനാമിയും കൃത്യമായി പ്രവചിച്ചതോടെ തത്സുഗി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി. 2021 പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴാണ് 2025 ജൂലൈ 5 രാവിലെ 4:18 ജപ്പാന്റെ തെക്കുഭാഗത്ത് ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ സമുദ്രത്തിനടിയിൽ വലിയൊരു ഭൂകമ്പമുണ്ടാകുമെന്നും അത് 2011 സുനാമിയേക്കാൾ ഭീതിതമായിരിക്കുമെന്നും തത്സുഗി പ്രവചിച്ചത്. പ്രവചനം യാഥാർത്ഥ്യമാകുമെന്ന ഭയം മൂലം യാത്രക്കാർ പിന്മാറിയതിനാൽ പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടു. നേരത്തെ ഡയാന രാജകുമാരിയുടെയും റോക്ക് ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണങ്ങളും കോംബെ ഭൂകമ്പവും COVID-19 മഹാമാരിയും തത്സുഗി പ്രവചിച്ചുവെന്ന് അവകാശവാദങ്ങളുണ്ട്. റിസർച്ച് ഡെസ്ക് 24. എന്തായാലും തൽസുഗയുടെ പ്രവചനം പാളി. ഒന്നും സംഭവിച്ചില്ല. ജപ്പാൻ എങ്ങനെയുണ്ടെന്ന് ജപ്പാൻ അതുപോലെ സുഖകരമായിട്ട് അവിടെ കിടപ്പുണ്ട്.